പാമ്പ് കടിയേറ്റു എന്ന് സംശയം തോന്നിയാൽ പോലും ഉടൻ വിദഗ്ധ ചികിത്സ തേടണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. കടിയേറ്റ ഭാഗത്തിന് മുകളിൽ മുറുകെ കെട്ടിവയ്ക്കുന്നതും മുറിവ് കീറി രക്തം കളയുന്നതും ആവശ്യമില്ല. കടിച്ച പാമ്പിനെ തിരഞ്ഞു വീണ്ടും പോകുന്നത് അപകടകരം ആയേക്കാം. പാമ്പിൻ വിഷം ന്യൂട്രലൈസ് ചെയ്യാനുള്ള ASV അഥവാ ആന്റി സ്നേക്ക് വെനം ലഭ്യമാകുന്ന ആശുപത്രികളെ ആശ്രയിക്കണം എന്ന് IMAയിലെ വിദഗ്ധ ഡോക്ടർമാർ ഓർമ്മിപ്പിക്കുന്നു. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ടതെന്ത്, ചെയ്യരുതാത്തതെന്ത്? IMA റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ സംസാരിക്കുന്നു. നമ്മൾ പലപ്പോഴും കടിച്ച പാമ്പിനെ കാണണമെന്നില്ല. അപ്പോൾ സംശയം തോന്നിയാൽ പോലും അത് നമ്മൾ നിസ്സാരമായിട്ട് എടുക്കരുത്. ഉദാഹരണത്തിന് നമ്മൾ രാത്രിയിൽ നടക്കുമ്പോൾ കാലിൽ ചിലപ്പോൾ ഒരു കുപ്പിച്ചില് കൊള്ളതായി അല്ലെങ്കിൽ മുള്ളു കൊണ്ടതായിട്ട് നമുക്ക് തോന്നിയിരിക്കാം. പലപ്പോഴും നമ്മൾക്കത് മുള്ളാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കും. പക്ഷേ അത് ഒരു പാമ്പാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മൾ അപ്പോൾ തന്നെ അന്വേഷിക്കേണ്ടതാണ്. സംശയം തോന്നിക്കഴിഞ്ഞാൽ വീട്ടിലിരിക്കരുത്, ഒരു ഹോസ്പിറ്റൽ. മൂർഖൻ അല്ലെങ്കിൽ ക്രേറ്റ്, അതായത് വെള്ളിക്കെട്ടനാണ് അല്ലെങ്കിൽ ശംഖുവരയനാണ് കടിക്കുന്നതെങ്കിൽ അവർ ന്യൂറോടോക്സിൻസ് ആണ് ഇവയുടെ വിഷം. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം പാരലൈസ്ഡ് ആയി പോകും. നമുക്ക് നടക്കാനും ശ്വസിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടുകയും ശ്വസിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം നമ്മൾ മരണപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പാമ്പ് കടി ഏറ്റു എന്നൊരു സംശയമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഒബ്സർവേഷനിൽ കഴിയുകയും ഡോക്ടർമാർ നിരീക്ഷിച്ച് വിഷത്തിൻ്റെ അംശം ബോഡിയിൽ കലർന്നിട്ടുണ്ടോ എന്ന് അവർ ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ചില കേസുകളിൽ പാമ്പ് കടിയേറ്റാലും വിഷം തീണ്ടൽ ഉണ്ടാകാറില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എല്ലായ്പ്പോഴും ഈ പാമ്പ് വിഷം കുത്തിവെക്കണം എന്നില്ല. അതിനെയാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ കാരണങ്ങളൊന്നും അറിയില്ല. ചില സമയത്ത് പാമ്പ് കടിക്കുന്ന വിഷം കൂടാതെയുള്ള ബൈറ്റുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബൈറ്റുകളാണ് ചികിത്സ കൂടാതെ അല്ലെങ്കിൽ പച്ചമരുന്ന് കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പലരും അവകാശപ്പെടാറുണ്ട്. അപ്പോൾ അതിലുള്ള പ്രധാന സന്ദേശം ഇതാണ്: ഈ സ്നേക്ക് ബൈറ്റിന് ഒരൊറ്റ ചികിത്സയേ ഉള്ളൂ. വിഷം തീണ്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ക്വാഡ്രിവാലൻ ആൻറ്റിവെനൻ എടുത്തിരിക്കണം, ASV എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ മരണസാധ്യതയുണ്ട്. ഓക്കെ, പാമ്പ് കടിയേറ്റാൽ ആ മുറിവിന് മുകളിൽ മുറുക്കി കെട്ടുക, അതുപോലെ തന്നെ മുറിവിൻ്റെ വായ തുറന്ന് രക്തം കളയുക, ഇതൊക്കെ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. അതിലൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? ഈ മുറുകെ കെട്ടുന്നത് ഫലപ്രദമല്ല എന്നുള്ളത് മാത്രമല്ല, ഡേഞ്ചറസ് ആണ്. കാരണം എന്താ വെച്ചാൽ മുറുകെ കെട്ടിക്കഴിഞ്ഞാൽ രക്തഓട്ടം നിലയ്ക്കുകയാണ്. രക്തഓട്ടം നമ്മുടെ ശരീരത്തിലെ കൈയിലേക്കോ കാലിലേക്കോ നിലച്ചു കഴിഞ്ഞാൽ കൈയോ കാലോ തന്നെ മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വരാനുള്ള ഇടയുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ വിഷം സ്പ്രെഡ് ചെയ്യുന്നത് ബ്ലഡ് വഴിയല്ല, ലിംഫ് വഴിയാണ്. അതായത് നമ്മുടെ രക്തക്കുഴലുകളുടെ സൈഡിൽ കൂടി ഉള്ള വളരെ നേർത്ത ചാനലുകളുണ്ട്. അതിനാണ് ലിംഫാറ്റിക്സ് എന്ന് പറയും. അത് വളരെ സാവകാശം ഒഴുകുന്ന ഒരു ചാനലാണ്. രക്തഓട്ടം വളരെ അതിവേഗമാണ് രക്തഓട്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ലിംഫിനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ഉളുക്കിക്കഴിഞ്ഞാൽ കെട്ടുന്ന ഒരു ക്രേപ്പ് ബാൻഡേജ് ഉണ്ടല്ലോ, നമ്മളൊരു കാലിൻ്റെ അറ്റത്ത് നിന്നും ലൂസായിട്ട് ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു ബാൻഡേജ് പതുക്കെ ഇങ്ങനെ കെട്ടുക. എന്നാൽ അതിനുള്ളിലേക്ക് നമുക്ക് ഒരു വിരൽ കടത്താവുന്നതാണ്. വിരൽ കടത്തിയാലും അധികം ടൈറ്റായിട്ട് തോന്നുകയില്ല. അങ്ങനെ ഒരു ബാൻഡേജ് വേണമെങ്കിൽ വെക്കാം. പക്ഷേ കട്ടിയായിട്ട് അത് അല്ലെങ്കിൽ മുറുകെ ബാൻഡേജ് കെട്ടുന്നത് ഡേഞ്ചറസ് ആണ്. ഇങ്ങനെ മുറുകെ കെട്ടിയതിന് ശേഷം ആ കെട്ടഴിക്കുമ്പോൾ പെട്ടെന്ന് എൻവെനമേഷൻ, അതായത് വിഷം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് റിസ്ക് ഉള്ളതുകൊണ്ട് യാതൊരു കാരണവശാലും മുറുകെ കെട്ടരുത്. ഇനി രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് ആ മുറിവിൻ്റെ സൈഡിൽ ഒരു ബ്ലേഡ് കൊണ്ട് മുറിക്കുകയോ, ചിലർ അത് വായ കൊണ്ട് അത് വലിച്ചു കളയാൻ ശ്രമിക്കുക. അതൊക്കെ മണ്ടത്തരങ്ങളാണ്. കുത്തിവെച്ച വെനം ശരീരത്തിലേക്ക് പതിയെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് മുറിച്ചതുകൊണ്ടോ അത് സക്ക് ചെയ്തുകൊണ്ടോ അത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയില്ല. പാമ്പ് കടിയേറ്റവരെ ഇടതുവശം ചേർത്ത് കിടത്തുന്നതാണ് ഉചിതമെന്ന് പറയാറുണ്ടല്ലോ. പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് ഛർദി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഛർദിക്കുന്ന സമയത്ത് അബോധാവസ്ഥയിലാണ് രോഗിയെങ്കിൽ അത് ലങ്സിനകത്തേക്ക് ചെന്ന് ആസ്പിറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിനുള്ളിലേക്ക് ഈ ഛർദി അകത്തേക്ക് ചെല്ലുന്ന അവസ്ഥ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെസ്ക്യൂ പൊസിഷൻ, അതായത് ഇടതുവശം ചേർത്ത് കിടക്കുക എന്ന് പറയും. മുട്ട് അല്പം ഒന്ന് മുമ്പോട്ട് മടക്കി വെച്ച് ഒരു സൈഡ് ചേർത്ത് വേണം ഈ വ്യക്തിയെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. പാമ്പ് കടിയേൽക്കുന്ന പല കേസുകളിലും പാമ്പിനെയും കൊണ്ടാണ് ആളുകൾ ആശുപത്രിയിലേക്ക് വരാറുള്ളത്, ഇല്ലെങ്കിൽ അതിന് ഫോട്ടോ എടുത്തുകൊണ്ട് വരുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഭാരതത്തിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ പോയ്സണസ് സ്നേക്ക് ബൈറ്റിനും കൊടുക്കുന്നത് ഒരു ക്വാഡ്രിവാലൻറ്റ് ASV ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 4 വിഷപ്പാമ്പുകളെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇതൊരു സീറമാണ്, അത് ആൻറ്റിബോഡികളാണ്. പാമ്പിൻ്റെ വിഷം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഈ ASV എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 4 പാമ്പുകളുണ്ട്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അണലി, രണ്ടാമത്തേത് മൂർഖൻ, മൂന്നാമത്തേത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ക്രേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ക്രേറ്റ്, പിന്നെയുള്ള സോസ്കെയിൽ വൈപ്പർ എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയൊരു സംഖ്യ മാത്രമേ ഉള്ളൂ. മൂർഖന് ഒരു മരുന്ന്, അണലിക്ക് മറ്റൊരു മരുന്ന്, അങ്ങനെയല്ല. പാമ്പിനെ അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ പോകുന്ന ആൾക്കും ഒരു റിസ്ക് ഉണ്ട്. കാരണം ചിലപ്പോൾ വീണ്ടും കടിയേൽക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഓർക്കേണ്ട, ചത്ത പാമ്പിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ
നമ്മൾ ചത്തു എന്ന് വിചാരിക്കുന്ന പാമ്പിന് പോലും കടിക്കാനുള്ള കഴിവുണ്ട്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ചില കേസുകളിൽ അറുത്തുപോയ പാമ്പിൻ്റെ തല, നിലത്ത് കിടക്കുന്ന തലയിൽ തൊട്ടയാൾക്ക് കടിയേറ്റുള്ള സംഭവങ്ങളുണ്ട്. കാരണം ഇതൊരു റെപ്റ്റൈലാണ്. റെപ്റ്റൈലിൻ്റെ പല സെഗ്മെൻറ്റ്സിനും സ്വന്തമായിട്ട് അല്പം നേരം ജീവനോടെ ഇരിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. ഇതുകൊണ്ട് ഈവൻ എ ഡെഡ് സ്നേക്ക് യു മസ്റ്റ് ബി വെരി കെയർഫുൾ ഹാൻഡ്ലിങ് ഇറ്റ്. ഇത്തരം പാമ്പുകടി ഏൽക്കുന്ന സാഹചര്യങ്ങളിൽ പച്ചമരുന്ന് ചികിത്സ ഉചിതമായൊരു ചികിത്സയാണോ ഇന്നത്തെ കാലത്ത്? ഒരിക്കലുമല്ല. കാരണം സ്നേക്ക് ബൈറ്റ് ക്യാൻ ബി ഫേറ്റൽ. എല്ലാവർക്കും തന്നെ അറിയാം പാമ്പുകടിയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ആൻറ്റി സ്നേക്ക് വെനമാണ്, പച്ചമരുന്നല്ല എന്നുള്ളത്. വിഷം തീണ്ടിയതിന് ശേഷം 2 കോംപ്ലിക്കേഷൻസ് ആണ് സാധാരണ ഉണ്ടാവുക. ന്യൂറൽ ടോക്സിൻ ആണെങ്കിൽ, നാഡികളെ ബാധിക്കുന്ന ടോക്സിൻ ആണെങ്കിൽ ശ്വാസം നിലച്ചു പോവുകയാണ്. ആ സമയത്ത് വെന്റിലേറ്റർ ഘടിപ്പിച്ചില്ലെങ്കിൽ രോഗി മരണപ്പെടുകയാണ്. പച്ചമരുന്ന് കൊടുക്കുന്ന സ്ഥലത്ത് വെന്റിലേറ്റർ ഉണ്ടാകണമെന്നില്ല. ഈ രണ്ടാമത്തേത് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. ഈ അണലിയുടെ പ്രോബ്ലം ബ്ലഡിൻ്റെ ക്ലോട്ടിംഗ് മെക്കാനിസം അത് പാടി തകരാറിലാക്കും. എത്രയോ ആംപ്യൂട്ടേഷൻസ്. ഇഫ് യു സസ്പെക്ട് എ സ്നേക്ക് ബൈറ്റ്, ടേക്ക് ദ പേഷ്യൻറ്റ് ടു ഹോസ്പിറ്റൽ, നോട്ട് ടു എ ട്രഡീഷണൽ ഹീലർ.